ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലൂക്കോസ് പൊടി. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. ഹലോ ഗ്ലൂക്കോസ് പൊടി. ഹലോ ഒന്ന് പറഞ്ഞേ, ഇത് എന്താ ഇത്? ഗ്ലൂക്കോസ് പൊടി. ഓ ഇപ്പൊ പഠിച്ചേട്ടോ. എന്നിട്ട് ആ വീഡിയോ കണ്ടിട്ടേ ഷാജി പാപ്പനൊക്കെ വിളിച്ചെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഷാജി പാപ്പൻ ആരാന്ന് പറയാം, നമ്മുടെ ജയസൂര്യാണ് കേട്ടോ. വിളിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞേ? നിന്റെ ഗ്ലൂക്കോസ് പൊടി കൊള്ളാന്ന് പറഞ്ഞു. പഠിക്കോ? ആലോചിക്കാറുണ്ടോ പഠിക്കും? സത്യം പറഞ്ഞാ നീ വൈകിട്ടിരുന്ന് പഠിക്കോ? അപ്പൊ ആരാ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നേ? ഞാനും എന്റെ അനിയനും ചിലപ്പോ സംവിധാനം ചെയ്യും. സംവിധാനം ചെയ്യാനാണോ ഇഷ്ടം? ഇഷ്ടമാണല്ലേ? ആരാ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്? വലിയേട്ടൻ എന്നൊക്കെയാണോ വിളിക്കുന്നേ? അയ്യടാ, ഇത്രയും വലിയ വലിയേട്ടൻ കേട്ടോ. ഒരു രാഗമേഘം എന്റെ കയ്യിലുള്ളത് ഒരു ഗ്ലൂക്കോസ് പൊടിയാണ് കേട്ടോ. ഈ ഒരു ഗ്ലൂക്കോസ് പൊടി നമ്മുടെ കേരളത്തിൽ സൃഷ്ടിച്ചൊരു തരംഗം വേറെ തന്നെയാണ്. ഗ്ലൂക്കോസ് പൊടിയുടെ വീഡിയോ കാണാത്ത ആരുമില്ല. ഒരു കൊച്ചു മിടുക്കം ചെയ്തൊരു വീഡിയോ ആണ്. 3 വർഷം മുമ്പ് ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ വീണ്ടും അതിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയസിലൊക്കെ ഇങ്ങനെ വൈറലാണ്. അപ്പൊ നമ്മൾക്ക് ആളെ കാണാൻ കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം ഷിതിലിന്റെ വീടാണിത്. അപ്പൊ നമുക്ക് ഷിതിൽ ഇവിടെ ഉണ്ടോന്നൊക്കെ നോക്കി ആളുടെ വിശേഷങ്ങളൊക്കെ അറിയാം. വാ, ഇവിടെ നിപ്പുണ്ട് കേട്ടോ. ഷിതിലും ഫാമിലി എല്ലാരും ഇവിടെ ഉണ്ട്. ഹലോ ഹലോ ഗ്ലൂക്കോസ് പൊടി. എന്തുകൊണ്ട് നിന്റെ ഗ്ലൂക്കോസ് പൊടി? ഇതുണ്ടാക്കിയൊരു ഓളം എന്താന്നറിയോ? അറിയോ? കേരളത്തില് ഞാരും കാണാൻ ബാക്കിയില്ല. ഒന്ന് പറഞ്ഞ, ഇതെന്താ ഇത്? ഗ്ലൂക്കോസ് പൊടി. ഓ ഇപ്പൊ പഠിച്ചോ. അന്ന് എന്താ പറഞ്ഞേ? ഗ്ലൂക്കോസ് പൊടി എന്നല്ലേ പറഞ്ഞേ? അന്ന് പറയാൻ അറിയില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ പഠിച്ച ആള് കുറച്ച് വലുതായി. എന്തി അച്ഛനും അമ്മയൊക്കെ എന്തി? അച്ഛൻ അവിടെ ഉണ്ട്. ഇന്ത്യ കാണിച്ചത്, നമ്മളെ കാണിച്ചതാ. ചേട്ടാ, ചേട്ടന്റെ പേരെങ്ങനെയാ? സതീഷ്. എന്ത് ചെയ്യോ? ഇലക്ട്രീഷ്യൻ ആണല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് പണിയൊക്കെ ഉണ്ടായിരുന്നു? പണി കഴിഞ്ഞ് വന്നതാണല്ലേ? ആള് സ്കൂളിൽ പോകുന്നോണ്ട് വൈകിട്ട് വന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ വന്നതാണ് അല്ലേടാ? സ്കൂളിൽ പഠിക്കാനൊക്കെ മിടുക്കനാണോ? ക്ലാസ് ഫസ്റ്റ് ആണോ? എന്നാലും കുഴപ്പമില്ല അല്ലേ? അമ്മ എവിടെ? ചേച്ചി പേരെങ്ങനെയാ? ശാലു അല്ലേ? ഇവനെ കൊണ്ട് വീഡിയോസ് ഒക്കെ ചെയ്യിപ്പിക്കുന്ന ചേച്ചിയാണോ? ആണോ? ഇവന് പണ്ടോട്ട് എങ്ങനെയാണോ വീഡിയോസ് ഒക്കെ ഇങ്ങനെ? പണ്ട് ഫോൺ അങ്ങനെ വെച്ചിട്ട് തന്നൊക്കെ ഇങ്ങനെ ചെയ്യും, വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. അതിലൊരു ലാസ്റ്റ് ഒരു എക്സ്പ്രഷൻ ഉണ്ട് കേട്ടോ, അതാണ് അടിപൊളി. എങ്ങനെയാണ് എക്സ്പ്രഷൻ? നമുക്കത് കാണാം കേട്ടോ. ഇവിടെ വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്? വിളിച്ചനെ കാണിച്ചു നോക്കട്ടെ. കാണിച്ചു. ചേട്ടന്റെ പേരെങ്ങനെയാ? സന്തോഷ് അല്ലേ? ഇവരെങ്ങനെയുണ്ട്? ഇപ്പൊ എല്ലായിടത്തും ഭയങ്കര വൈറലാണല്ലോ. ആണല്ലേ? പണ്ടോട്ടെ അങ്ങനെയാണല്ലേ? എന്തി അനിയന്മാരൊക്കെ എന്തി? ഹലോ വാ. ഇത് ഷിതിലിന്റെ അനിയനാണ് കേട്ടോ. ഇത് മോന്റെ പേരെങ്ങനെയാ? സിദ്ധാർത്ഥൻ. ശിവത്. അപ്പൊ ശിവതും ഷിതിലും ആണ്. ഇത് അനിയനാണല്ലേ? ഇത് ചേട്ടനും ഇത് അനിയനും. ഇത് സിദ്ധാർത്ഥിന്റെ വീട്ടിലെന്താ വിളിക്കുന്നേ? ചക്കുടൂന്നാണോ വിളിക്കുന്നേ? നിങ്ങളെയൊക്കെ എന്താ വിളിക്കുന്നേ വീട്ടില്? കണ്ണൻ. മോനെയാ? ഒന്നുമായിട്ട് വിളിക്കാറില്ലേ? അയ്യോ, അത് കൊള്ളാലോ. നിനക്ക് മാത്രമുള്ള ഇങ്ങനത്തെ നിക് നെയിം ഒന്നും ഇല്ലാത്ത? കണ്ണെന്ന് കുറച്ച് മറ്റേ പവർഫുൾ നെയിം ഒക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ചക്രമണി, ഇവിടെ തക്കുടു. അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിച്ചല്ലോ ബാക്കി. അവിടോട്ട് ഇരിക്കാം. ഇവിടെ വേറെ ആളുകളുണ്ട് കേട്ടോ. വാ. നമ്മുടെ രഹനയാണ് അല്ലെ? രഹനയാണ് നമ്മുടെ ഷിതിലിന്റെ വീഡിയോസ് എല്ലാം അല്ലെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിരുന്ന രഹനയാണോ? ആളിങ്ങനെ ഇത്രയും വൈറലാവാൻ കാരണക്കാരിയായിട്ടുള്ള ഒരാളാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോസ് എല്ലാം കാണുമ്പോഴേ ഓക്കെ ഇതൊക്കെ വൈറലാവും പ്രതീക്ഷിച്ചിങ്ങനെ ഇടുന്നതാണോ അതോ അതിലെ ഒരു ഫണ്ണായിട്ട് കണ്ടിട്ടാണോ? ഇതുപോലെ വേറെ കുറെ ചെയ്യാറുണ്ടോ? ചെയ്തിട്ടൊക്കെ ഉണ്ട് യൂട്യൂബിലുണ്ട്. പക്ഷെ ഇതാണ് വൈറലായതല്ലേ, ഈ ഒരു പർട്ടിക്കുലർ ഗ്ലൂക്കോസ് പൊടി. ഓക്കെ. എന്ത് ചെയ്യും രഹന? ഞാൻ ആയുർവേദ നേഴ്സ്. ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി ഇതിന്റെ വിശേഷങ്ങളൊക്കെ അവിടെ ഇരുന്ന് കേൾക്കാം. ചിരി കണ്ടില്ലേ? കഷ്ടം.
എനിക്ക് ഭയങ്കര എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ. ദേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദേ ഈ ഒരു ഗ്ലൂക്കോസ് പൊടിയും ദേ ഈ ഇരിക്കുന്നൊരു കുട്ടി തേവാങ്ങും കൂടെ കൊണ്ടാക്കി വെച്ചിട്ട് ഓളം നമുക്കറിയാവോ? അറിയാമോ? ആ വീട് ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങളെ. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലൂക്കോസ് പൊടി. കണ്ടല്ലേ ഗ്ലൂക്കോസ് പൊടി. കൂട്ടുകാരെ, ഈ ഗ്ലൂക്കോസ് പൊടി കണ്ടോ? ഇതുപോലത്തെ അച്ഛനമ്മമാരും ഇങ്ങനത്തെ വാങ്ങിക്കാൻ പോവാ. ഇതില് 80 മധുരമുണ്ട്. ഒരു പാക്കറ്റും കിട്ടും. ഒരു കവറിലാണ് ഇത് കിട്ടുന്നത്. അതെ, ഈ വീഡിയോ ഒക്കെ എപ്പോഴാ ചെയ്യാൻ തുടങ്ങിയേ? അത് ഞാൻ 2022 2022 ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കട്ടെ. സത്യം പറ, ഈ ഡേറ്റ് ഒക്കെ ഇന്ന് ആരാ പഠിപ്പിച്ചെന്ന്? അതെനിക്കറിയാം. അറിയാവോ? ചുമ്മാ അറിയാം ശരിക്കും. 2022 ഞാൻ ആ കഥ കേൾക്കട്ടെ, നോക്കട്ടെ. അത് ഞാൻ മറന്നുപോയി. പറ. 2022 ഞാൻ കുറെ യൂട്യൂബേഴ്സിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് കണ്ടിട്ടുള്ളത്? M4 Tech, പിന്നെ അഖിൽ NRD. പിന്നെ ഇവരുടെ രണ്ടുപേരുടെ ആണോ കണ്ടിട്ടുള്ളത്? അവരെ രണ്ടുപേരാണോ മെയിൻ ആയിട്ട് ഇഷ്ടം? അഖിൽ NRD M4 Tech കണ്ടോണം. ചെക്കന് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ. അപ്പൊ ഞാന് അവരുടെ പോലെ യൂട്യൂബിലൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണ് ഈ ഗ്ലൂക്കോസ് പൊടിയുടെ വീഡിയോ എടുത്തത്. അതാണോ ഫസ്റ്റ് വീഡിയോ? അല്ലല്ലോ, അതല്ലല്ലോ ഫസ്റ്റ് വീഡിയോ. മുട്ടയുടെ എടുത്തില്ലേ നമ്മള്? അല്ല, ഗ്ലൂക്കോസ് പൊടിയുടെ കഴിഞ്ഞിട്ട് എന്നിട്ടാണ് മുട്ടയുടെ പറഞ്ഞത്. ആണോ? ഓ, ആൾക്ക് മാറിപ്പോയതാ. പക്ഷെ എന്താ ഹൈലൈറ്റ് എന്നറിയാവോ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഗ്ലൂക്കോസ് പൊടി അല്ല, അടുത്ത വീഡിയോ കാണാൻ പോകുന്നല്ലേ പറഞ്ഞത്. നമ്മൾ സാധാരണ കഴിഞ്ഞ വീഡിയോയുടെ കാര്യമാണോ പറയുന്നത് കേട്ടോ. പക്ഷെ ആൾ എപ്പോഴും ഇനി വരാൻ പോകുന്ന വീഡിയോസ് ആണ് പറയുന്നത്. ആണോ? ഇനി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. അഖിൽ NRDയുടെയും അതേപോലെ M4 Techന്റെ ഒക്കെ യൂട്യൂബ് ചാനൽ കണ്ടില്ലേ? അതിനകത്ത് എന്താണ് വേണമെന്ന് തോന്നിയത്? കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കത്തില്ലേ വീഡിയോ കണ്ടിട്ട്? അപ്പൊ എന്തൊക്കെ പഠിച്ചു? കുറെ സബ്സ്ക്രൈബേഴ്സ് വേണം, പിന്നെ കുറെ വീഡിയോസ് എടുക്കണം. അല്ല, വേറെ പറയാനൊക്കെ പഠിക്കണ്ടേ നമുക്ക്? അതേപോലെ മറ്റേ ബെൽ ബട്ടൺ അമർത്തണം, അങ്ങനെയൊക്കെ പറയണ്ടേ? അങ്ങനെ എന്തൊക്കെ പഠിച്ചു? അത് പറ. നമ്മൾ പറയത്തില്ലേ എന്തുവാ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണണം, യൂട്യൂബ് ചാനലിൽ കാണണം. പിന്നെ എന്താ ചെയ്യണമെന്നാ പറയുന്നേ? അത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയത്തില്ലേ? അതെങ്ങനെ പറഞ്ഞേ? എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ അമർത്തണം. അതല്ലേ പറയേണ്ടത്. അതിന് നല്ല എനർജിയിൽ ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചേ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം, അതായത് അമർത്തണം. ഇത് കേട്ട മലയാളികൾ ആരെയാണ് ഇതൊന്നും ചെയ്യാത്തത്? അല്ലടാ കുട്ടാ. ഏറ്റവും ആ വീഡിയോയുടെ ഹൈലൈറ്റ് എന്നറിയോ? ലാസ്റ്റ് വരുമ്പോ ഒരു റിയാക്ഷൻ ഉണ്ട്. അമ്മ വരുമ്പോളേ, അമ്മ വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലേ ആ സമയത്ത്? ഇത് എടുത്തോണ്ടപ്പോഴേ അമ്മ വന്നിട്ട് എന്താ പറഞ്ഞു? അത് അമ്മ വന്നിട്ട് അന്ന് വീട്ടിലായിരുന്നോ ക്ലാസ്? മറ്റേ ഫോണിൽ പഠിക്കുവായിരുന്നു അല്ലേ? കൊറോണയുടെ സമയത്ത് ക്ലാസ് കട്ട് ചെയ്താണ് നീ വീഡിയോ എടുത്തല്ലേ? എനിക്ക് ഉണ്ടായിരുന്നു. അത് രാവിലെയാ. അപ്പൊ അനിയനായിരുന്നു രാത്രി. അപ്പൊ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തപ്പോ അമ്മ വന്നപ്പോ അത് ഫോണിന് കട്ട് ചെയ്തു, എന്നിട്ട് എടുത്തു. അപ്പൊ ഇട്ട റിയാക്ഷൻ അടിപൊളി. അതൊന്ന് കാണിച്ചെന്ത് റിയാക്ഷൻ? അത് എങ്ങനാലും ഇതില് ഭീകര സാധനമായിരുന്നു കേട്ടോ. ഇപ്പൊ വരത്തില്ല. എന്നിട്ട് ആ വീഡിയോ കണ്ടിട്ടേ നമ്മള് ഷാജി പാപ്പനൊക്കെ വിളിച്ചെന്ന് ഞാൻ അറിഞ്ഞല്ലോ. വിളിച്ചോ? എന്നിട്ട് എന്താ പറഞ്ഞേ? അത് നിന്റെ ഗ്ലൂക്കോസ് പൊടി കൊള്ളാന്ന് പറഞ്ഞു. ആണോ? ഷാജി പാപ്പൻ ആരാന്ന് പറയാം? നമ്മുടെ ജയസൂര്യാണ് കേട്ടോ. അന്ന് പേരറിയത്തില്ലായിരുന്നല്ലോ, ഇപ്പൊ അറിയില്ലേ? അന്നും അറിയാവോ? ഷാജി പാപ്പനെ ഭയങ്കര ഇഷ്ടമാണേ അല്ലേ? ഇപ്പോഴും ഇഷ്ടമാണോ? അപ്പൊ ഇത്രയും വൈറലാവുന്നൊക്കെ പ്രതീക്ഷിച്ചോ? അന്ന് ആരൊക്കെ വിളിച്ചു? കൊറേ പേര് വിളിച്ചു കാണുമല്ലോ. പിന്നെ ടീച്ചർമാരൊക്കെ വിളിച്ചോ? അല്ല, സ്കൂളിൽ സ്റ്റാർ ആയോ? ചെറുതായിട്ട്. സ്കൂളിൽ ഇപ്പൊ ഒരു കൊച്ചു സ്റ്റാർ ആയി കേട്ടോ. അവിടെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞപ്പോ? അത് സൂപ്പർ എന്ന് പറഞ്ഞു, ടീച്ചർമാരൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു. എന്തിനൊക്കെ വഴക്കുണ്ടാക്കുന്നേ? എന്തിലൊക്കെ വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കൂ?
ഇല്ല. കള്ളം പറയരുത്, ഞാൻ അച്ഛനോടും അമ്മയോടും ചോദിക്കും. അതാ അത് ഇല്ല. ഇല്ലേ? ഇന്നത് വേണമെന്ന് പറഞ്ഞ വഴക്കൊന്നും ഉണ്ടാക്കാറില്ല? ഇല്ല. ബോളൊന്നും വേണമെന്ന് പറഞ്ഞ വഴക്കുണ്ടാക്കാറില്ല? ഇല്ല. എന്നോട് പറഞ്ഞല്ലോ ഫുട്ബോളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ആരെയാ ഫുട്ബോളിൽ ഇഷ്ടം? അത് റൊണാൾഡോ. റൊണാൾഡോയാണ് ഇഷ്ടം. അതെന്താ ഇഷ്ടപ്പെടാൻ കാരണം? റൊണാൾഡോനെ ഇഷ്ട. നമ്പർ 7. എനിക്കിനി ബാക്കിയൊന്നും ചോദിക്കാൻ അറിയത്തില്ല കേട്ടോ. ഇതൊന്നും വേറൊന്നും എനിക്കറിയില്ല. മെസ്സി ഇഷ്ടമല്ലേ? അപ്പൊ മെസ്സിനെ കുറച്ച്. എന്താ പക്ഷെ മെസ്സി ഫാൻസ് ഒക്കെ കേട്ടാ വഴക്ക് പറയും. അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ റൊണാൾഡോ ഏത് ടീമിലാണ് കളിക്കുന്നത്? പോർച്ചുഗല്. പിന്നെ വേറെന്താ? ക്രിക്കറ്റ് ഒക്കെ ഇഷ്ടമാണോ? ക്രിക്കറ്റിൽ ആരാ ഇഷ്ടം? ധോണി. പിന്നെ സച്ചിനെ ഇഷ്ടമല്ലേ? ഏറ്റവും കൂടുതൽ ഇഷ്ടം ധോണിയെ? അപ്പൊ ടി വിയിൽ വരുമ്പോ കാണാറുണ്ടോ ഇതൊക്കെ? അത് ചിലപ്പോ. ആണോ? അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ കളിക്കാറുള്ളേ? ഇവിടെ ഫുട്ബോൾ കളിക്കും. ആണോ? ആരൊക്കെ ഇവിടെ കളിക്കും? ഞങ്ങൾ 3 പേരും കൂടി കളിക്കും. വഴക്കുണ്ടാക്കാറുണ്ടോ നിങ്ങള്? ചിലപ്പോ. എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? അത് നീയല്ലേ മെയിൻ വഴക്കാളി? അല്ലല്ല. പിന്നെ അത് എല്ലാരും വഴക്കൊക്കെ ഉണ്ടാക്കും. ഇപ്പൊ എന്താ വീഡിയോസ് ഒന്നും ചെയ്യാത്തെ? ഇപ്പൊ വീഡിയോസ് ഞാൻ ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷെ ചിലപ്പോഴേ ചെയ്യാറുള്ളൂ. വീഡിയോ സമയം കിട്ടാറില്ല. അതെന്താ? അത് ഓരോരോ കാര്യങ്ങൾ. തിരക്ക് കാരണം സമയമേ കിട്ടാറില്ല. എന്താ ഇത്ര തിരക്ക്? രാവിലെ ഒരു ദിവസം എന്തൊക്കെ ചെയ്യും നോക്കട്ടെ? പല്ലേക്കും കുളിക്കും. പിന്നെ ഡ്രസ് മാറും. സ്കൂളിൽ പോകും. എന്നിട്ട് വൈകുന്നേരം വരും. എന്നിട്ട് പാലൊക്കെ കുടിച്ചിട്ട് ചിപ്സ് ഒക്കെ തിന്നിട്ട് പോവും. അപ്പൊ എന്നിട്ട് കളിക്കും. വൈകുന്നേരം ആവണ വരെ കളിക്കും. ഇരുട്ടാവണ വരെ കളിക്കും. എന്നിട്ട് കേറും. എന്നിട്ട് കുളിക്കും. പഠിക്കോ? അത് പഠിക്കും. ആലോചിക്കാറുണ്ടോ പഠിക്കാൻ? സത്യം പറഞ്ഞാ നീ വൈകിട്ടിരുന്നോ പഠിക്കോ? പഠിക്കില്ലോ. കറക്റ്റ് ആയിട്ട് ഹോംവർക്ക് ഒക്കെ ചെയ്യാറുണ്ടോ? ഞാൻ അമ്മയോട് ചോദിക്കും. അത് ചില ദിവസങ്ങളുടെ ഹോംവർക്ക് ഒന്നും ചെയ്യാറില്ല, മറക്കും. അപ്പൊ പിറ്റേ ദിവസം പോയി ടീച്ചറിന് അടി കിട്ടത്തില്ലേ? ഇല്ല, ചില ദിവസങ്ങൾ ചില ഹോംവർക്ക് ചെയ്യാത്തുള്ളൂ. ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. ആണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം എന്ത്? വിഷയം പഠിക്കാൻ ഏറ്റവും ഇഷ്ടം? അത് മാത്സ്. മാത്സ് ആണോ ഏറ്റവും ഇഷ്ടം? അയ്യോ, മാത്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളെ ഞാൻ ആദ്യമായിട്ട് കാണുക. എനിക്ക് ഇഷ്ടമില്ലായിരുന്നു മാത്സ്. അതെന്താ മാത്സ് ഇഷ്ടപ്പെടാൻ കാരണം? അതില് ടീച്ചർ ഓരോന്ന് ചെയ്ത് കാണിക്കുമ്പോ സ്റ്റാർ തരും. സ്റ്റാർ കിട്ടുന്നുണ്ടാണ് കേട്ടോ. എത്ര സ്റ്റാർ കിട്ടിയിട്ടുണ്ട്? അത് 1, 2 ഒക്കെ കിട്ടിയിട്ടുണ്ട്. നീ പാട്ട് പാടുന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. നന്നായിട്ട് പാട്ട് പാടുന്നു. കുറച്ചൊക്കെ പാട്ട്. ഒരു പാട്ട് പാടിത്തരുമോ? ഇഷ്ടമുള്ള പാട്ട് പാടിക്കൂ. ഇഷ്ടമുള്ളതാ. പൂമാനമേ ഒരു രാഗമേഘം താ. പൂമാനമേ ഒരു രാഗമേഘം താ. കനവാ കണമാ ഉയരാൻ ഒഴുകാൻ അഴകിലൊരു പൂമാനമേ ഒരു രാഗമേഘം താ. ഓ, അടിപൊളി. നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഞാനൊരു പാട്ട് വേറെ കേട്ടു കേട്ടോ. അത് ഇതിനെക്കാട്ടി കട്ടിയുള്ള പാട്ടുകളൊക്കെ. ഇതാരാ ഈ പാട്ടുകളൊക്കെ ഇത്രയും വലിയ പാട്ടുകളൊക്കെ പഠിപ്പിക്കുന്നേ? അച്ഛനും അമ്മയും. ആണോ? അപ്പം ഈ കുഞ്ഞു പാട്ടുകളൊന്നും പാടാറില്ല? ഇത്ര വലിയ പാട്ടുകളൊക്കെ പാടുന്നേ? അല്ല, കുഞ്ഞിതൊക്കെ പഠിപ്പിക്കും. കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ ഏതാ? എല്ലാം ഇഷ്ടാ. ആണോ? കുഞ്ഞിത്. മറ്റേ ആരെ ഏറ്റവും ഇഷ്ടം? മറ്റേ ലാലേട്ടനെയാണോ മമ്മൂക്കയാണോ? മമ്മൂക്ക ഫാനാണോ? മമ്മൂക്കയുടെ പടം കാണാറുണ്ടോ? ലാസ്റ്റ് ഏത് പടാ കണ്ടേ? ടർബോ ആണോ ഏറ്റവും ഇഷ്ടം? അതെന്താ ഇഷ്ടപ്പെടാൻ കാരണം? അതില് ഫൈറ്റ് ആണോ? ഫൈറ്റ് എനിക്ക് ഇഷ്ടമാണോ? മമ്മൂക്ക ഫൈറ്റ് ചെയ്യുന്ന കാണാനാണ് ഇഷ്ടം. ലാലേട്ടൻ എന്താ ഇഷ്ടമില്ല? ലാലേട്ടനും ഫൈറ്റ് ചെയ്യണ കാണാൻ ഇഷ്ടാ. നീ ലാലേട്ടൻ ഇഷ്ടമല്ലെന്നല്ലേ ഇപ്പൊ പറഞ്ഞേ? സത്യം പറ. ഏറ്റവും കൂടുതൽ മമ്മൂട്ടിയാ. അതെ, എനിക്ക് ആ ഗ്ലൂക്കോസ് പൊടിയുടെ വീഡിയോ ഒന്നുകൂടെ കാണണമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഒന്നൊക്കെ ചെയ്ത് കാണിക്കൂ എന്നെ. ചെയ്ത് കാണിക്കാം. അതേ ഗ്ലൂക്കോസ് പൊടി ഒന്ന് കാണിക്കൂ ഞങ്ങളെ. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കാണിക്കണം. ഇപ്പം അറിയാവുന്ന പോലെ കാണിച്ചാൽ മതി. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രസകരമായ ഒരു വീഡിയോ ആണ്. അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു സ്നാപ്ചാറ്റും നാടൻ മുട്ടയും കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോയ ഒരു ഗ്ലൂക്കോസ് പൊടിയാണ്. ഞാൻ ഗ്ലൂക്കോസ് പൊടി വാങ്ങിയിട്ടില്ല, നമുക്ക് വാങ്ങാം, വരൂ.
ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലൂക്കോസ് പൊടി. ഇതില് 80 മധുരണ്ട്. ഇതില് 80 മധുരണ്ട്. പിന്നെ പിന്നെ ഇതിനൊപ്പം ഇതിനൊരു കൂടും കിട്ടും. ഇതിനൊപ്പം ഒരു കവറും കിട്ടും. നമ്മൾ ഇതിന്റെ നിറം വെള്ളയാ. നമ്മള് ഇന്ന് ഈ ഗ്ലൂക്കോസ് പൊടിയില് ഗ്ലൂക്കോസ് പൊടിയുടെ നിറം കണ്ടു. ഗ്ലൂക്കോസിന്റെ പൊടിയുടെ അത് എത്ര മധുരാന്നും കണ്ടു. ആളിങ്ങനെ ഇരിക്കാം. മറന്നുപോയി, 3 വർഷം ആയില്ലേ. ഇനി എന്തൊക്കെ വീഡിയോസ് ആണ് ചെയ്യാൻ ഇഷ്ടമുള്ളേ? ഇഷ്ടമുള്ളതാ ഫൈറ്റിംഗ്. ഫൈറ്റിംഗ് വീഡിയോയോ? ആരോട് ഫൈറ്റ് ചെയ്യും? അത് ഞങ്ങളാണ് അവരുടെ കൂടെ പറ്റിയും. അപ്പം ഈ അടി ഉണ്ടാക്കുമ്പോ ആര് വീഡിയോ എടുക്കും? അച്ഛൻ. അപ്പൊ അച്ഛൻ നിന്നെ പിടിച്ചു പറ്റാൻ വരത്തില്ല അടി ഉണ്ടാക്കുമ്പോ? ഇല്ലില്ല, ഇത് ആക്ഷനാ ഫുള്ളു. മേത്ത് കൊള്ളില്ല. ആക്ഷനാ ഫുൾ മേത്ത് കൊള്ളത്തില്ല. അപ്പൊ ആരാ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നേ? അത് ഞാനും എന്റെ അനിയനും. സ്ക്രിപ്റ്റ് എഴുതുവോ? ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു കേൾപ്പിക്കും എന്നെ. അടുത്ത വീഡിയോയുടെ ചെറിയൊരു ഫൈറ്റിംഗ് സീന്. ഡിസംബർ 25 ക്രിസ്മസ്. ഡിസംബർ 25 ക്രിസ്മസ്. അപ്പൊ ഒരാള് ക്രിസ്മസും പുൽക്കൂടൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് പോവായിരിക്കും. അപ്പൊ ഷോർട്ട് കട്ടിൽ കാടിന്റെ ഉള്ളിൽ കൂടെ പോവുണ്ടാവുക. അപ്പൊ അവിടെ ഒരു ആളിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ആളോടെ ചെന്നിട്ട് ചോദിക്കും, ചേട്ടൻ എന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിക്കും. അപ്പൊ എന്നിട്ടും ഒരു ബാഗ് ഇട്ടിട്ടുണ്ടാവും. ആ ബാഗിൽ നിന്ന് ചുറ്റിക എടുത്തിട്ട് തലക്കടിക്കും. റിപ്പറിന്റെ കഥയാണോടാ? അവസാന ഫൈറ്റിങ്. അപ്പൊ രണ്ടുപേരാണോ ഈ ഫൈറ്റ് ചെയ്യുന്നേ? അത് വില്ലനും നയിക്കും. അപ്പം ഈ വന്ന ആളാണോ നായകനാവതോ അവിടെ ഇരുന്ന ആളാണോ നായകൻ? ഈ ഫസ്റ്റത്തെ സീന് ഏറ്റവും അവസാനത്തെ സീനാ. അപ്പൊ അതെങ്ങനെയാ ചെയ്യണേന്ന് കാട്ടിയതാ. ആണോ? അപ്പൊ ആരാ നായകൻ? ആരാ ഇതിനകത്ത്? ആ വന്ന ആളാണോ നിന്ന ആളാണോ? അത് ചെറിയ അനിയൻ. ചെറിയ അനിയനാണോ നായകൻ? സിദ്ധാർത്ഥ്. അപ്പൊ വില്ലൻ ആരാ? വില്ലൻ ശിവത്. അപ്പൊ നീ അഭിനയിക്കുന്നില്ലേ? ഞാൻ സ്ക്രിപ്റ്റ് എഴുതും, ചിലപ്പോ സംവിധാനം ചെയ്യും. സംവിധാനം ചെയ്യും. അപ്പൊ ഞാൻ അഭിനയിക്കുന്നില്ല കേട്ടോ. അപ്പൊ സംവിധാനം ചെയ്യാനാണോ ഇഷ്ടം? ഇഷ്ടമാണല്ലേ? അപ്പൊ അഭിനയിക്കുന്നതിനെക്കാട്ടും സംവിധാനം ചെയ്യും. ആരെ വെച്ചൊക്കെ അഭിനയിപ്പിക്കണം? അപ്പം നമ്മുടെ മോനൊരു സിനിമ ചെയ്യുവാണെങ്കിൽ ആരൊക്കെ കാണും ആ സിനിമക്കകത്ത്? മമ്മൂക്ക വേണം. പിന്നെ ആരെ വെച്ച് ചെയ്യും? ലാലേട്ടൻ വേണ്ടേ? ലാലേട്ടൻ വേണം. മമ്മൂക്ക ലാലേട്ടനും വേണം. പിന്നെ പൃഥ്വിരാജ് വേണോ? വേണോ? പൃഥ്വിരാജ് വേണം. പൃഥ്വിരാജും വേണം. പിന്നെ വേണ്ട. ഭയങ്കര സിനിമാ പ്രാന്തനാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ. അച്ഛനെ കൊണ്ട് വഴക്കുണ്ടാക്കി സിനിമയ്ക്കൊക്കെ പോകും തിയേറ്ററിൽ. ആണോ? ലാസ്റ്റ് കണ്ട പടം ഏതാ? സൂക്ഷ്മദർശിനി. അതില് ആരുടെ ഫാനാ? ബേസിൽ ജോസഫിനെ ഭയങ്കര ഇഷ്ടമാണോ? എന്താ ബേസിൽ ജോസഫിന്റെ കോമഡി ആണോ ഇഷ്ടം? അപ്പൊ അല്ലെങ്കിൽ സൂക്ഷ്മദർശിനി കഥയാണോ? എന്തോ ഇഷ്ടം? കോമഡി ആണോ ഇഷ്ടം? അതെന്താ അത്ര ഇഷ്ടപ്പെടാൻ കാരണം? ബേസിൽ ജോസഫിന്റെ കോമഡിയാ നല്ല ഇത്. ആണോ? ഏതൊക്കെ പടം കണ്ടിട്ടുണ്ട് ബേസിൽ ജോസഫിന്റെ? സൂക്ഷ്മദർശിനി, പിന്നെ ഫാലിമി കണ്ടിട്ടുണ്ട്. ജയ ജയ ഹേ കണ്ടിട്ടുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? ആണോ ഇഷ്ടപ്പെട്ടെ? ആണോ? നമുക്ക് അനിയന്മാരെയും കൂടി ഇങ്ങോട്ട് വിളിച്ചാലോ? അതെ, ചേട്ടൻ വഴക്കുണ്ടാക്കൂ നിങ്ങളെ? ആലോചിച്ചൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പഠിപ്പിച്ചു വെച്ചേക്കുമെന്ന് തോന്നുന്നു. ആണോടാ? ആരും വന്ന ഒന്നും പറയാൻ പാടില്ല. വഴക്കുണ്ടാക്കോ ശിവദേ? ചെറുതായിട്ട്. ഇവൻ എന്തിനാ മെയിനായിട്ട് വഴക്കുണ്ടാക്കുന്നേ? എന്താ ഇവൻ കാണിക്കുന്നേ? അത് നിങ്ങള് കുറുമ്പ് കാണിക്കുന്നേനോ? അപ്പം എന്താണ് ഇവർ കാണിക്കുന്നേ മെയിനായിട്ട് വഴക്കുണ്ടാക്കാൻ? ഫോണോ? ആരാ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് നിങ്ങക്ക്? വലിയേട്ടൻ എന്നൊക്കെയാണോ വിളിക്കുന്നേ? അയ്യടാ, ഇത്രയും വലിയ വലിയേട്ടൻ കേട്ടോ. വലിയേട്ടൻ നാണം കണ്ടില്ലേ? വലിയേട്ടൻ എന്നാണോ വിളിക്കുന്നേ? കുഞ്ഞിനെ എന്താ വിളിക്കുന്നേ? തക്കുടൂന്ന് വിളിക്കോ? ഇപ്പൊ എത്രല്ല പഠിക്കുന്നേ? LKG. മോൻ എത്രല്ല പഠിക്കുന്നേ? 2. എന്തൊക്കെ പഠിച്ചു? ഇന്ന് സ്കൂളിൽ പോയോ? എന്തൊക്കെ പഠിച്ചിന്ന്? എം പഠിച്ചോ? ഇന്നൊരു ലെറ്റർ അടിച്ചു എം കേട്ടോ. അപ്പം 3 പേരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. അടിപൊളിയായിട്ട് പഠിക്കണം.
നമുക്ക് വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. ഇതേപോലുള്ള ഗ്ലൂക്കോസിന്റെയും ബാക്കി എല്ലാ വീഡിയോസും ഫൈറ്റിന്റെ ഒക്കെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരി ബൈ. ടാറ്റ ടാറ്റ കൊടുത്തേ. ടാറ്റ.